നിങ്ങൾക്ക് കാശ്മീരിലെത്തിയാൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കണം എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ആ കൺഫ്യൂഷൻ ഇപ്പോൾ തീർത്ത് തരാം കേട്ടോ. ഒരു കാര്യം ചെയ്യൂ, വീഡിയോ സേവ് ചെയ്തു വെക്കൂ, ഒപ്പം കാശ്മീരിലേക്ക് പോകാനൊരുങ്ങുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യൂ. അപ്പോൾ തുടങ്ങാം. ആദ്യം കാശ്മീരിൻ്റെ രാജകീയ സദ്യയായ ഓസ്വാനിൽ നിന്ന് തുടങ്ങാം. വലിയ ചെമ്പ് തളികയിൽ ബസുമതി അരി സുഗന്ധപൂരിതമായി മുന്നിലെത്തും. മട്ടൻ, ചിക്കൻ വിഭവങ്ങളും താമരത്തണ്ട് കൊണ്ടുള്ള സാലഡുകൾ കൊണ്ടും തളികയിലെ ചോറ് മറഞ്ഞിരിക്കും. 2 അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഒരു പ്ലേറ്റ് കിട്ടുക. പ്ലേറ്റിനൊപ്പം കറിയായി കിട്ടുന്ന റോഗൻ ജോഷ്, ഗുഷ്താബ, തബക് മാസ്, റിസ്റ്റ, യാക്കിനി എന്നിവയൊക്കെ നാവിൽ രുചിയുടെ കാശ്മീരി ലോകം തീർക്കും. അടുത്തത് ലവാസ, കാശ്മീരിലെ പരമ്പരാഗത സോഫ്റ്റ് ബ്രെഡ്, കബാബ്, ഗ്രിൽഡ് മീറ്റ് എന്നിവയ്ക്കൊപ്പം അടിപൊളി കോംബോ. ഇനി ഗിർദ, കാശ്മീരികളുടെ പ്രഭാത ഭക്ഷണമായ പാലിൽ പരത്തി തയ്യാറാക്കുന്ന റോട്ടി കം ബ്രെഡ്. നോൺ വെജ് കറികൾക്കൊപ്പവും വെറുതെ ചായയ്ക്കൊപ്പവും ബട്ടറോ തേനോ പുരട്ടിയും കഴിക്കാം. അടുത്തതായി യക്നി പുലാവ്, മട്ടൻ സ്റ്റോക്കിൽ മസാലകൾ ചേർത്ത് ബസുമതി അരി വേവിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന വിഭവം. കറികളൊന്നും വേണ്ട, സൂപ്പർ ടേസ്റ്റാണ്. ബീഫ് നിഹാരി അല്ലെങ്കിൽ മട്ടൻ നിഹാരി, എല്ലിലെ മജ്ജ ഉരുകി രൂപപ്പെടുന്ന ഗ്രേവിയിൽ മസാലക്കൂട്ടുകളിട്ട് വേവിച്ചെടുക്കുന്ന കട്ടിയുള്ള കറി. യഥാർത്ഥത്തിൽ ഇതൊരു പരമ്പരാഗത കാശ്മീരി വിഭവമല്ല, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയതാണ്. അസാധ്യ രുചിയാണ്. തന്തൂരി റൊട്ടിയോ നാനോ ഒക്കെ കൂട്ടി നിങ്ങൾക്ക് ഇത് കഴിക്കാം. ശൈത്യകാലത്താണ് നിങ്ങളുടെ കാശ്മീർ യാത്രയെങ്കിൽ ഹരിസ രുചിച്ചു നോക്കാൻ വിട്ടുപോകരുതേ. മട്ടനും ഗോതമ്പും മണിക്കൂറുകളോളം വേവിച്ച് തയ്യാറാക്കുന്നതാണ് ഈ വിഭവം. ലവാസ ബ്രെഡിനൊപ്പം വിളമ്പിത്തരും. കശ്മീരി കഹ്വ, ഏത് ഹെവി മീൽ അകത്തു ചെന്നാലും ആമാശയത്തിൽ അതിനെ ഒന്ന് ഒതുക്കത്തോടെ നിർത്താൻ നല്ലതാണ് കഹ്വ എന്ന പാനീയം. ഗ്രീൻ ടീ, കുങ്കുമപ്പൂ, ബദാം ഉൾപ്പെടെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ പൊടിച്ചു ചേർത്താണ് കഹ്വ തയ്യാറാക്കുന്നത്. ഈ വിഭവങ്ങളെല്ലാം ദാൽ ലേക്കിന് സമീപമുള്ള ഈറ്ററികളിലും ഫുഡ് സ്ട്രീറ്റുകളിലും നിങ്ങൾക്ക് കിട്ടും. കാശ്മീരികളോട് ചോദിച്ചാൽ അവർ മികച്ച ഇടവും കാണിച്ചു തരും. അപ്പോൾ റീൽ സേവ് ചെയ്ത് വെച്ചോളൂ, ഉപകാരപ്പെടും.